നമസ്തേ. മേൽപ്പത്തൂർ ശ്രീനാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണി എന്ന ഗ്രന്ഥത്തിൻ്റെ 14ാമത്തെ ദശകമാണ് ഞാനിന്നിവിടെ ചൊല്ലുന്നത്. 1 മുതൽ 13 വരെയുള്ള ദശകങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൊല്ലിയിട്ടിട്ടുണ്ടായിരുന്നു. ഗുരുനാഥനായ അച്യുത പിഷാരടിയുടെ വാതരോഗം സ്വയം ഏറ്റെടുത്ത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ആ രോഗം ശമിക്കുന്നതിനായി ഗത്യന്തരമില്ലാതെ എത്തിച്ചേർന്നതും ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെ ആയിരുന്നല്ലോ. തൻ്റെ രോഗശാന്തിക്കായി ചെയ്യേണ്ടുന്നത് മീൻ തൊട്ട് കൂട്ടുകയാണെന്ന് ഭക്താഗ്രഗണ്യനായ തുഞ്ചത്തെഴുത്തച്ഛൻ വിധിച്ചുവെന്നും അതിൻ്റെ സാരം മനസ്സിലാക്കിയ ഭട്ടപാദർ മത്സ്യാവതാരം തുടങ്ങിയ ഭഗവത് അവതാര കഥകൾ ശ്രീമദ് ഭാഗവതത്തെ അവലംബിച്ച് 1000-ലധികം ശ്ലോകങ്ങളടങ്ങുന്ന 100 ദശകങ്ങളായി സംഗ്രഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയാൽ രചിച്ച് ഭഗവാനെ കേൾപ്പിച്ച് വേണുഗോപാല രൂപത്തിൽ ഭഗവാനെ സ്വന്തം മാംസ ചക്ഷുസുകൾക്ക് മുമ്പിൽ ദർശിച്ച് വാതരോഗമുക്തിയും ജീവിതാവസാനത്തിൽ സായുജ്യവും കൈവരിച്ചുവെന്നാണല്ലോ ഐതിഹ്യം. വാതരോഗത്താൽ അത്യധികം വേദന അനുഭവിക്കുന്ന അവസരത്തിലും നാരായണീയ കർത്താവ് ആദ്യ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന പദത്തോടു കൂടിയാണ് എന്നത് ഈ സ്തോത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാന്ദ്രാനന്ദാത്മകമായ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മിലേക്കൊഴുകുന്ന ആ ആനന്ദം അവസാന ശ്ലോകത്തിലെ അവസാന പദമായ ആയുരാരോഗ്യ സൗഖ്യം എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നുവെന്നതാണ് ഈ സ്തോത്രത്തിൻ്റെ മഹത്വം. ശ്രീ നാരായണ മഹത്വത്തെ വിഷയമാക്കി നാരായണ ഭട്ടതിരി രചിച്ചതിനാൽ 2 വിധത്തിലും നാരായണി എന്ന പേരിന് അർഹമായ ഈ സ്തോത്രം നിത്യം പാരായണം ചെയ്യുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നതിന് സംശയമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ശ്ലോകം ചൊല്ലാം. ദശകം 14 കപിലാവതാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജസംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമയേ ഖലു തത്ര ഘർത്തമാക്യോ ദ്രുഹിണിശ്ചായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്താമയുധം സമാസിഷേവേ. ഗരുഡോപരി കാളമേഹകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോലാസിദാനനം വിഭൂത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ധമായ. സ്തുവതേ പുലകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാവിപുത്രീ കപിലം ജസുതം സ്വമേവ പശ്ചാത് സ്വഗതീം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. സമനുശ്ചതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടഃ സമഗത്കർദ്ദമമാഗതി പ്രതീശം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീം രത്നമവാപ്യ കർദ്ദമോऽസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. സ പുനസ്തദുപാസനാത് പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പദേഷു ദേവഹൂത്യാ. ശതവർഷമതവതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാന സമുദ്യതോപി കാന്താ ഹിതകൃത്വജ്ജനോത്സുകാനവാസീത്. നിജഭർതൃഗിരാ ഭവന്നിക്ഷേവാ നിരതായാ മതദേവദേവഹൂത്യാം കപിലസ്തമജായതാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗകാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.